നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്കാർലറ്റ് ജൊഹാൻസന്റെ ലൂസി എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. കുറേ പേര് കണ്ടിട്ടുള്ളതായിരിക്കും, കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല. എനിവേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഹിന്ദുക്കളും നിർബന്ധമായിട്ടും ആദ്യം പോയി കാണേണ്ട ഒരു പടമാണത്. ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ടുന്ന ചിത്രമാണത്. പക്ഷേങ്കിൽ ഹിന്ദുക്കൾക്ക് ഈ ബ്രഹ്മം അദ്വൈത തത്വമസി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ ആദ്യമേ കേട്ടിട്ടുള്ളത് കൊണ്ട് അവർക്ക് കുറേ കൂടെ വേഗത്തിൽ ഹിന്ദുസിൽ കുറേ പേർക്ക് റിലേറ്റ് ആകാൻ പറ്റും. ഇനി ഈ ബ്രഹ്മത്തെ പറ്റിയിട്ട് ഒന്നും കേട്ടിട്ടില്ലാത്ത കുറേ ഹിന്ദുസ് ഉണ്ട്. ഭക്തി ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് ഭക്തി മാത്രമാണ്, ആ ഒരു ഭക്തിയുടെ രീതിയിൽ പോകുന്ന ആൾക്കാർ. അവർക്കും കുറേ കൂടി ഇൻസൈറ്റ്സ് ശരിക്കുള്ള ആ ഒരു ഈശ്വരനെ പറ്റി കിട്ടത്തക്ക വിധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു മൂവിയാണ് ഈ ലൂസി എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പക്ക ആക്ഷൻ പടമാണത്. പക്ക സ്കാർലറ്റ് ജോഹാൻസൻ്റെ അടിപൊളി പെർഫോമൻസ് ഉള്ള നല്ലൊരു ആക്ഷൻ പടമാണത്, നല്ല സ്റ്റോറിയാണത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും മറച്ചു വെച്ചിരിക്കുന്ന ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ശരിക്കും എന്താണ് ഈ ഗോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലെ ആ ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്നൊരു സംഗതിയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിൽ കാണിക്കുന്നുണ്ട് ബ്രെയിനിൻ്റെ ആ സ്കാർലറ്റ് ജൊഹാൻസൻ്റെ ദേഹത്തേക്ക് ഒരു ഡ്രഗ്, ഈ കൊക്കൈനൊക്കെ പോലെയുള്ള ഒരു ഡ്രഗ്, അതിൻ്റെ എക്സ്ട്രീം കപ്പാസിറ്റി ഉള്ളൊരു ഡ്രഗ് അവരുടെ ബോഡിയിലേക്ക് മിക്സ് ആവുകയും അങ്ങനെ അവർ 1-2 ദിവസത്തിനകത്ത് അവർ മരിച്ചു പോകും. പക്ഷേ ആ മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി 100% ആയിട്ട് മാറുകയാണ്. ആൻഡ് അവർ മരിച്ചു പോവുകയല്ല ശരിക്കും ചെയ്യുന്നത്, അവരുടെ 100%ലേക്ക് അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്കിന് അവരുടെ ബോഡിയിൽ അവർക്ക് പിന്നെ അവരുടെ ബോഡിയിൽ നിൽക്കാൻ പറ്റില്ല. ബോഡി അങ്ങ് ഈ യൂണിവേഴ്സിലേക്ക് അങ്ങ് അലിഞ്ഞു പോയിട്ട് അവർ ആ യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് ആയിട്ട്, യൂണിവേഴ്സിൻ്റെ ആ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റായിട്ട് അവരും സ്വയം മാറുകയാണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡേറ്റയായിട്ട് മാറുകയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അവർക്ക് പല സൂപ്പർ നാച്ചുറൽ എന്ന് നമ്മൾ പറയാറുള്ള പല കഴിവുകളും ഉണ്ടായി വരുന്നത്. ആൻഡ് ഹിന്ദുസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗ്രാജ്വലി ഒരു വ്യക്തിക്ക് പല സിദ്ധികൾ വരുന്നു എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലും കാണാറുണ്ട്. യേശുദേവനൊക്കെ വെള്ളത്തിൻ്റെ പുറത്തോടൊക്കെ നടന്ന സംഗതിയൊക്കെ പറഞ്ഞ സിദ്ധി എന്ന് പറയുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ഇത് എല്ലാ മതങ്ങളിലും ഉണ്ടിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ സിദ്ധികൾ ഒക്കെ വരും. ഒരു വ്യക്തി പലതരം സാധനകളെന്ന് പറയും, അത് എന്നതിനനുസരിച്ച് സിദ്ധികൾ വരും. ലാസ്റ്റിൽ സഹസ്രാരപത്മം, ഈ തലയുടെ മുകളിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. സഹസ്രാരപത്മം ഉണർന്നു കഴിയുന്ന സമയത്ത് ഒരു വ്യക്തി സ്വയം ബ്രഹ്മമായി ശിവനായി മാറുമെന്ന്. ശരിക്കും ഹിന്ദുവിസത്തിൽ എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ കീഴിൽ നിർത്തുകയല്ല, മറിച്ച് ദൈവമായിട്ട് സ്വയം ഓരോ വ്യക്തിയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഹിന്ദുവിസത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തിയും സ്വയം ശിവനായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ ശിവൻ എന്ന് പറയുന്നത് ശരിക്കും ഈ സഹസ്രാരപത്മം ഉണരുന്ന സമയത്ത്, അത് ഓപ്പൺ ആകുന്ന സമയത്ത് ബ്രെയിനിൻ്റെ എന്തായാലും ആ സമയത്ത് ഇതേ സെയിം ബ്രെയിൻ 100% ലെവലിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തി സ്വയം ആ ഒരു സൂപ്പർ ഇൻ്റലിജൻസ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ശ്രീബുദ്ധന് ബോധോദയം ഉണ്ട്. അന്ന് ബുദ്ധിസത്തിലും പറയുന്ന കൺസെപ്റ്റ് ഇത് തന്നെയാണ്. അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായ ശേഷം, കോൺഷ്യസ്നെസ് വന്നതിന് ശേഷം ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, സിനിമയിൽ കാണുന്നത് ഹ്യൂമൻ ബോഡി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദുവിസത്തിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പോൾ യോഗിക്കായിട്ടുള്ള പല പ്രാക്ടീസിലൂടെ ഈ ബോഡി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക്, ആ ഗോഡ് സ്റ്റേറ്റിലേക്ക് ഓരോ വ്യക്തിക്കും തുടരാൻ പറ്റും. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഈ സംഗതി ഉണ്ട്. യേശുദേവനെ പോലെയുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ കാണുന്നതാണ്. മുഹമ്മദ് നബി, ഇവരെല്ലാം തന്നെ ഒരു ഫിലോസഫിക്കലായി ഇത്രയും ലെവലിൽ ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്തു വെക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ആ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓരോ നാട്ടിലെ പ്രത്യേകത അനുസരിച്ചിട്ട് എല്ലാം പൂർണ്ണമായിട്ടും ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആ ഒരു സിസ്റ്റം, മേ ബി ആദ്യം തുടങ്ങിയ സിസ്റ്റം അതായിരിക്കാം, ആ ഒരു സിസ്റ്റത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈഡ് ചെയ്തിട്ടില്ല. തപ്പിപ്പോകുന്നവർക്ക് അത് ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓരോ വ്യക്തിക്കും സ്വയം ആ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റായിട്ട് മാറാനും പറ്റും. അപ്പം ഇത് എന്താണ് ആ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ കൃത്യമായിട്ട് നൽകാൻ ഈ ലൂസി എന്ന് പറയുന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ
മനസ്സിലാകും. ഹിന്ദുയിസത്തിൽ ബ്രഹ്മം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അതെന്താണെന്ന് കത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ സ്പിരിച്വാലിറ്റിക്ക് പുറകെ നടക്കുന്ന ഏത് മതത്തിൽ എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ലൂസി എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.